മിനോസ് കുക്കി. ഹായ് ഫ്രണ്ട്സ്, 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കൊരു പാൻ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം വേണമെങ്കിൽ പാല് യൂസ് ചെയ്താലും മതി. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 4 ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്കൊരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 200 ഗ്രാം സേമിയം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊന്ന് മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകും. ആ സമയത്തൊക്കെ അധികം ചൂട് വരുന്ന സമയത്തൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. സേമിയവും പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക്, നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് അല്പം നെയ്യ് പുരട്ടിയ ശേഷം അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ഹൈറ്റുള്ള ട്രേയിലാണിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചൂടോടെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതും ഇതിന് മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. അപ്പം നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് കേസരി കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സേമിയവും വീട്ടിലുള്ള സാധാരണ ചേരുവകളും വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു കേസരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.